അവൻ്റെ അമ്മയ്ക്കും ഈ പെണ്ണിൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം ഈ ഓരോ പോറ്റിക്കും അറിയാം. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് പിന്നിൽ അവരുടെ ബന്ധുക്കൾക്ക് ഈ പെണ്ണിൻ്റെ ബന്ധുക്കൾക്ക് വ്യക്തമായ മറ്റൊരെന്ന് പറയാൻ അറിഞ്ഞിടത്തോളം ഒരു ഭീകരവാദിയാണ്. അത് ഒന്നാം തരം ഗുണ്ടയാണ്. സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ മറ്റൊരു ആവശ്യങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോറ്റിയെ സംബന്ധിച്ച് കിട്ടില്ല. 2025 തുടങ്ങിയതിന് ശേഷം നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്ന കൊലപാതക കേസുകൾക്ക് കയ്യും കണക്കുമില്ല. കാര്യം അമ്മാതിരിയാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസം ന്യൂസിനകത്തോടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കണ്ട ഒരു വാർത്തയായിരുന്നു. അതായത് ഭാര്യയെ വെട്ടി കഷണങ്ങളാക്കി കുക്കറിൽ വേവിച്ചെന്ന് ഭർത്താവിന്റെ മൊഴി. നമ്മൾ ഈ ചിക്കനും ബീഫും ഒക്കെ കുക്കറിനകത്ത് വേവിച്ചെന്ന് പറയുന്ന പോലാണ് ഭാര്യയെ വെട്ടി കഷണങ്ങളാക്കി കുക്കറിൽ വേവിച്ചെന്ന്. എന്തോന്നറിയാം, എങ്ങോട്ടാണ് ഈ നാടിന്റെ ഈ പോക്ക്? നമ്മൾ ഈ ഒരു വീഡിയോക്കകത്തോടെ സംസാരിക്കുന്നത് കഠിനംകുളത്തെ ആതിര വധക്കേസിനെ കുറിച്ചാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കൊലപാതകത്തിനുണ്ടായിട്ടുള്ള ആ ഒരു സാഹചര്യവും പിന്നീട് ഈ ആതിര എന്ന് പറയുന്ന ആ ഒരു ലേഡി ഈ ഒരു ബന്ധത്തിലോട്ട് പോകാനുണ്ടായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ ഒരു ന്യൂസ് ഇങ്ങോട്ട് വെക്കാം. കഠിനംകുളം ആതിര കൊലക്കേസിൽ നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് കരുതുന്ന ഇൻസ്റ്റഗ്രാം സുഹൃത്ത്, അത് എറണാകുളം ചെല്ലാനം സ്വദേശിയായ ജോൺസൺ ഔസേപ്പ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ സ്വന്തം നാട് കൊല്ലം നീണ്ടകരയിലാണ്. പക്ഷേ ഇയാൾ വിവാഹം കഴിച്ച് താമസിക്കുന്നത് എറണാകുളത്താണ്. ഇയാളുടെ ഭാര്യയും കുട്ടികളുണ്ട്. പക്ഷേ ഭാര്യയുമായി ഇപ്പോൾ വേർപെട്ടാണ് കഴിയുന്നത്. ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഇയാൾ ഈ ആതിരയുമായി അടുക്കുന്നത്. ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഇയാൾ ഒരുപാട് റീൽസുകൾ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായിരുന്നു. ഈ പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ ആതിരയും റീൽസുകൾ ചെയ്യുന്ന ആളാണ്. ഇവർ തമ്മിൽ പരിചയപ്പെട്ടത് ഈ പരസ്പരം ഈ റീലുകൾ അയച്ചുകൊണ്ടായിരുന്നു. അതിനുശേഷം ഇത് വാർത്ത വന്നിട്ട് ഞാൻ ഇയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കി. അപ്പോൾ ബാക്കി കുറെ വാർത്തയ്ക്കകത്താണെങ്കിൽ 12,000 ഫോളോവേഴ്സ് ഉണ്ടെന്നൊക്കെ എന്ന് പറഞ്ഞത്. ഇപ്പം നോക്കുമ്പോഴത്തേക്കും ഇയാളുടെ ഇതൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആണ്. 7,000 സംതിങ് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ആൾക്കാരെ അൺഫോളോ അടിച്ച് പോയതായിരിക്കുമെന്ന് തോന്നുന്നു. അതിനുശേഷം പലതവണ ഇയാൾ ആതിര താമസിക്കുന്ന കഠിനംകുളത്തെ വീട്ടിലെത്തിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ ആതിരയുടെ ഭർത്താവ് രാജീവ് നൽകിയ മൊഴി അനുസരിച്ച് ആതിര ഇയാളുടെ പേര് ഭർത്താവിനോട് പറഞ്ഞിരുന്നില്ല. പകരം ഇച്ചായ എന്നാണ് ഇയാളെ വിളിച്ചിരുന്നതെന്നാണ് രാജീവ് മൊഴി നൽകിയിരുന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും ഈ രാജീവിനെ പോലീസിന് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതായത് ഈ ഭർത്താവായിട്ടുള്ള പോറ്റിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരാളുമായിട്ട് ബന്ധത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, നിങ്ങൾ പല ന്യൂസിനകത്തും കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒരു റിലവൻസി ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇയാൾ പോലീസുകാരുടെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ രാജീവിന്റെ ഈ ആതിരയുടെ അമ്മയെ ഈ ജോൺസൺ ഫോണിൽ വിളിച്ചിരുന്നതായും പറയുന്നത് കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഫോണിൽ വിളിച്ചിരുന്നതായും ഒരു വിവരമുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ ഇയാൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഈ കൊലപാതകം നടന്ന ശേഷം ആതിരയുടെ സ്കൂട്ടറുമായി കടന്നു കളഞ്ഞ പ്രതി ചിറങ്കേട് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. ഇയാൾ ട്രെയിൻ കയറി മറ്റെവിടെയെങ്കിലും രക്ഷപ്പെട്ടേക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാളുടെ മൊബൈൽ ഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഇയാളെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ്. ഇയാളുടെ മൊബൈൽ ട്രേസ് ചെയ്തിട്ട് ഇയാളെ പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിപെടുന്ന പാടാണ്. കാര്യം ഇയാൾ അമ്മാതിരി ഉട്ടായിപ്പാണ്. കാര്യം ഇയാൾക്ക് എത്ര ഫോൺ നമ്പർ ഉണ്ടെന്ന് അയാൾക്ക് തന്നെ അറിയത്തില്ല. ഞാൻ അതോടെ ഇവിടോട്ട് വെക്കാം. ഇയാളെ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. പക്ഷേ ഇയാൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ പോലീസിനൊരു വ്യക്തത. ഇയാൾ ഏകദേശം 16ഓളം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ 16 മൊബൈൽ ഫോണുകളും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇയാളുടെ 16ഓളം മൊബൈൽ ഫോൺ ഇയാൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ ആലോചിക്കുക, ഇത് ഇയാളുടെ സ്ഥിരം പരിപാടി തന്നെ ആയിരിക്കും അല്ലേ? കാര്യം 16 മൊബൈൽ ഫോണും എന്തായാലും അത്രയും പറ്റിയിട്ടുള്ള സിമ്മും ഉണ്ടായിരിക്കില്ല. വെറുതെ 16 ഫോണും പൊക്കി പിടിച്ചൊന്നും നടക്കത്തില്ലല്ലോ. ഇത്രയും സിമ്മും ഇത്രയും വിളിക്കാനും ഓരോ ആൾക്കാർക്കും മറ്റേ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഓരോ ആൾക്കാരെ ഇയാൾ വിളിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസിലെ ആതിരയുടെ ഭർത്താവിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ 7 മാസം മുമ്പ് ഈ ജോൺസൺ ഈ ആതിരയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി പറഞ്ഞിരുന്നു. അതായത് വീട്ടിൽ പലതവണ എത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി പറയുന്നു. അതായത് രാജീവിന്റെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ പോലും ഈ കഠിനംകുളത്തെ വീട്ടിൽ ഇയാൾ എത്തി പ്രശ്നമുണ്ടാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പല മൊഴികളും വൈരുദ്ധ്യമുള്ളതായി പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് രാജീവിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും നീണ്ട കാല അളവിൽ ഈ പറയുന്ന ഈ അവിഹിത ബന്ധത്തെ പറ്റിയിട്ട് ഈ പോറ്റിക്കും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലീസുകാരെ ഒന്ന് ചോദിച്ചപ്പോഴേക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭർത്താവിലോട്ട് ആ ഒരു സംശയം പോലീസുകാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമായിട്ട് പോലീസുകാർക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു സെയിം കാര്യം തന്നെ അവിടുത്തെ നാട്ടുകാരെ പറയുന്നുണ്ട്. ഞാൻ അതിങ്ങോട്ട് വെക്കാം. അപ്പോൾ അവൻ്റെ അമ്മയ്ക്കും ഈ പെണ്ണിൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാം ഈ ഓരോ പോറ്റിക്കും അറിയാം. പോറ്റിക്കും ഇതറിയാമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മെനിയാന്ന് അവൻ കൂടെ വന്ന് ഇവളെ കൊല്ലുമെന്ന് പറയുന്നു. ഇന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ പോറ്റിയുടെ അടുത്ത് അവളെ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പറയുമ്പോൾ അവൻ എന്ത് ചെയ്ത് എന്നിട്ട് പറഞ്ഞ് ആരട്ടെങ്കിലും പറഞ്ഞാൽ ഞാൻ ചത്ത് കളയും എന്നീ പെണ്ണ് പറയുന്നു. അവൻ്റെ ഭാര്യ പറയുന്നു ഞാൻ ചത്ത് കളയുന്നു. ഇവർക്ക് പോറ്റിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു വർഷം കൊണ്ടേ തുടരുന്നതാണ്. അപ്പോൾ ഈ സംഭവം നാട്ടുകാർക്ക് അറിയില്ലെന്നേ ഉള്ളൂ. മറ്റൊരെന്ന് പറയുന്നത് അറിഞ്ഞിടത്തോളം ഒരു ഭീകരവാദിയാണ്. അവൻ്റെ വീടെന്ന് പറയുന്നത് കൊല്ലത്താണ്. അവൻ്റെ ഒരു വിവാഹം ചെയ്തിരിക്കുന്ന എറണാകുളത്ത് ഒരു കടപ്പുറ തെരുവിലാണ്. അത് ഒന്നാം തരം ഗുണ്ടയാണ് എന്നാണിപ്പോൾ അറിയുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് പിന്നിൽ അവരുടെ ബന്ധുക്കൾക്ക് ഈ പെണ്ണിൻ്റെ ബന്ധുക്കൾക്ക് വ്യക്തമായ കാര്യമായിരുന്നു. അതിനുവേണ്ടി അവർ ഇഷ്ടം പോലെ കാശ് പോലെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് കാശ് കൊടുത്തിട്ട് ഈ ഗുണ്ടയ്ക്ക് ഈ കൊന്നവന് ഇവർ കാശ് കൊടുത്തിട്ടുണ്ട്. അവരെ വീട്ടുവാടക പോലും ഇവരാണ് അയച്ചു കൊടുക്കുന്നത്.
ഈ വീട്ടുകാർക്ക് വളരെ നല്ല രീതിയിൽ ഈ ബന്ധത്തെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. വീട്ടുകാരുടെ അറിവോടും സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെയും കുറെ പൈസ ഒക്കെ കൊടുത്തു. പിന്നീട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്കൊക്കെയാണ് ഈ ഒരു സംഭവത്തിലോട്ട്, ഈ ഒരു കൊലപാതകത്തിലോട്ട് എത്തിയിട്ടുള്ളത്. ആതിര എന്ന് പറയുന്ന ഈ ലേഡി വിളിക്കുന്ന ഇതേ അച്ചായനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഈ പോറ്റിക്ക് അറിയാമായിരുന്നു. പക്ഷേ പോറ്റി പോലീസുകാർ ഈ ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചോദിച്ച സമയത്ത് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു ഈ ഒരു പോറ്റിയുടെ അടുത്താണെങ്കിൽ പോലീസുകാർക്ക് കൂടുതൽ പറഞ്ഞ കാര്യത്തിലൊക്കെ ഒരു വൈരുദ്ധ്യം തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുള്ളിയുടെ ആ ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം പുള്ളിക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ആ ഒരു പോറ്റിയുടെ ഒരു നിസ്സഹായ അവസ്ഥ. കാര്യം പോലീസുകാരുടെ അടുത്ത് പോയിട്ട് എന്താ പറയാ, ഇങ്ങനെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പോലീസുകാരെ വയ്ക്കുക, ഈ ഭീഷണിപ്പെടുത്തുന്നവൻ ആരാണ്, എന്റെ ഭാര്യയുടെ കാമുകനാണ് എന്ന് പറയുന്ന ഒരു ഭർത്താവിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലതവണ ഇവർ കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകളും പോലീസിനെ കിട്ടുകയുണ്ടായി. അപ്പോൾ എടുത്ത സ്വകാര്യ നിമിഷങ്ങളിൽ എടുത്ത ചിത്രങ്ങൾ ജോൺസന്റെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണിച്ചാണ് ആതിരയെ പലതവണ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതെന്ന് പറയുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ആതിര എന്ന് പറയുന്ന ആ ഒരു ലേഡി ആയിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ആ ഒരു വീഡിയോ ഫോട്ടോസ് ഒക്കെ ആണെങ്കിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പൈസകൾ തട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, റിലേഷൻഷിപ്പിൽ ഉള്ള ആളായിക്കോട്ടെ, നമ്മളൊരു വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം സേഫ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ഇങ്ങനെ കിടന്ന് നിങ്ങൾ പോലും അറിയാതെ കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട് എന്നുള്ളത്, നിങ്ങൾ എത്രത്തോളം സേഫ് ആണെന്നുള്ളതിലേക്ക് ഞാൻ മുമ്പത്തുള്ള പല വീഡിയോസിനൊക്കെ സംസാരിച്ചതിനെ തുടർന്ന് പല പെൺകുട്ടികളും എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട്. എന്നോടുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം അവരെൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേട്ടാ ഞാൻ ഫ്ലേർട്ട് ചെയ്യുന്ന എൻ്റെ ഒരു പാർട്ണർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ഒരാളുമായിട്ട് ഇതുവരെ ഞങ്ങൾ വീഡിയോ കോൾ അല്ലെങ്കിൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇന്ന ആളുടെ കയ്യിലുണ്ട്. സോ ഞാൻ സേഫ് ആണോ, അല്ലെങ്കിൽ അവനിൽ നിന്ന് എനിക്ക് അവനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന കുറെ കുട്ടികളുടെ നിസ്സഹായാവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെടുത്ത് അവർക്ക് ഞാൻ ആശ്വാസകരമായിട്ടുള്ള മറുപടി കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊതുവേ ഞാൻ നിങ്ങളടുത്ത് പറയാണ്, എന്തിന്റെ പേരിലായിക്കോട്ടെ, നിങ്ങളൊരു പ്രണയോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇത് ലസ്റ്റ് എന്ന് പറയുന്ന സാധനം തന്നെ ആയിരിക്കും. ബട്ട് ഇതിനകത്ത് നിങ്ങൾ ഇതിനെ ക്യാപ്ചർ ചെയ്ത് വെക്കാണ്ടിരിക്കുക. കാരണം ഇതെന്ന് വെച്ചാൽ നാളെ നിങ്ങൾക്ക് വലിയൊരു ബാധ്യതയായിട്ട് നിങ്ങൾക്ക് മാറും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഈ ഒരു സമയങ്ങളിലൊക്കെ വീഡിയോ പകർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാനെ കൊണ്ട് നിങ്ങളുടെ പാർട്ണർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോ പറയുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്തിനാണ് അങ്ങനെ ഒരു ഫോട്ടോയുടെ വീഡിയോയുടെ ആവശ്യം? എന്താണ് അതിന്റെ ഒരു ആവശ്യമില്ല. ഇപ്പം അങ്ങനെ ആ ഒരു സമയത്ത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അവൻ്റെ അടുത്തൊരു നോ പറഞ്ഞിട്ട് ആ നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻ ബ്രേക്ക് ചെയ്ത് പോവുക. അവനായിട്ട് ഫിസിക്കലി റിലേഷൻഷിപ്പിലായാലോ ഇനി ഞാൻ വേറൊരാളെ എങ്ങനെ കെട്ടും അങ്ങനെയൊന്നും ആലോചിച്ച് നിങ്ങൾ ചിന്തിക്കുക വേണ്ട. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. സോ അത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ചെയ്യാണ്ടിരിക്കുക. ലക്ഷം രൂപ ആതിരയിൽ നിന്നും ഇയാൾ കൈക്കലാക്കി എന്ന് പറയുന്നു. ഈ കൊലപാതകത്തിന് 3 ദിവസം മുൻപ് ആതിരയുടെ കഠിനംകുളത്തെ വീട്ടിലെത്തി ഇയാൾ 2500 രൂപ വാങ്ങിയിരുന്നു. ഈ പൈസയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു നെറുകെട്ട ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യനെ സ്ത്രീധനത്തിന്റെ പേരിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരാളാണിത്. ഞാൻ അതുകൂടെ അവിടെ വെക്കാം. പോലീസ് സ്റ്റേഷനിൽ സ്ത്രീധന പീഡനത്തിന് ജോൺസന്റെ ആദ്യ ഭാര്യ പരാതിയും നൽകിയിട്ടുണ്ട്. അതെ, ഓക്കെ, നിങ്ങളൊരു കാര്യം ആലോചിക്കും, സ്വന്തം ഭാര്യനെ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഭാര്യനെ അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നീ പൈസയ്ക്ക് വേണ്ടിയാണ്, ഇതൊന്നും കച്ചവടമാണോ ഇത്? ഇപ്പോഴും കുറെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, സ്വന്തം ഭാര്യ ഇയാൾക്കെതിരെ കേസ് കൊടുത്തത് സ്ത്രീധനത്തിന്റെ പേരിലാണെങ്കിൽ മാനസികപരമായിട്ട് പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് ആ ഒരു തന്റെ മുൻ ഭാര്യ കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ റിപ്പീറ്റഡ്ലി ചെയ്തേക്കുന്ന എന്താണ്, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ തട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ 10-16ഓളം ഫോണുകളുള്ള ഒരു വ്യക്തിയാണിത്. അപ്പൊ ഈ ഒരു കാര്യം എത്ര ആളുകളെടുത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു വാർത്ത വന്നപ്പം അല്ലെങ്കിൽ ഇയാളുടെ ഈ ഒരു ഫേസ് ടിവിയിലൊക്കെ കണ്ടതിന് ശേഷം എത്രയോ സ്ത്രീകൾ ഇത് പേടിച്ച് ഭയന്നിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കൂടെ ഇറങ്ങി പോരണമെന്നായിരുന്നു ഈ ആതിരയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ അക്കാര്യം ആതിര വിസമ്മതിച്ചു. ഇതാണ് കൊലപാതകത്തിനുള്ള പ്രകോപനമെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാൾ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ പെരുമാതുറയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നു. അവിടെ നിന്ന് ഇയാൾ ഒരു കത്തിയുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. അതായത് ഈ കൊലപാതകം നടന്ന ദിവസം രാവിലെ 8:30 ആതിര മകനെ സ്കൂളിൽ വിട്ടയച്ചു. അതിനുശേഷം 9 മണിയോടുകൂടി ഇയാൾ വീട്ടിലെത്തിയെന്ന് കരുതുന്നു. ഈ വീട്ടിലെത്തിയ ശേഷം ആതിര ഇയാൾക്ക് കുടിക്കാൻ ചായ കൊടുക്കുന്നു. അതിനുശേഷം ആതിരയെ എന്തോ കൊടുത്ത് മയക്കി കിടത്തിയതിനു ശേഷം കഴുത്തിൽ കുത്തിയിറക്കിയെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. എന്തായാലും ഇത് വളരെ ആസൂത്രിതമായിട്ട് ചെയ്തൊരു കാര്യമാണെന്നുള്ള നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കുറെ നാളുകളായിട്ട് പ്ലാൻ ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് അത് തന്നെ അതിനെ ഒരു മുന്നോടിയായിട്ട് മുൻപ് ഭീഷണിയും പെടുത്തിയിട്ടുണ്ട്. അയാളുടെ ധൈര്യം ഒന്ന് ആലോചിക്കും, നിന്നെ കൊലപ്പെടുത്തുന്ന വധഭീഷണി മുഴക്കിയിട്ട് വന്ന് കൊലപ്പെടുത്താന്ന് പറയുമ്പോൾ ആ ഒരു ധൈര്യം നിങ്ങൾ ആലോചിച്ചു. അതും പട്ടാപ്പകല്. നിങ്ങൾ ആ ഒരു വാർത്ത വന്നപ്പോൾ അവരുടെ ആ ഒരു വീട് കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ അമ്പലം, നടുക്ക് മെയിൻ റോഡാണ്. ഇവരുടെ ആ ഒരു കതവ് തുറന്നത് കാലങ്ങോട്ട് വെക്കുന്നത് പടിയലോട്ടല്ല, മെയിൻ റോഡിലോട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും ആൾക്കാരെ എല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ട് വീടിനകത്ത് കയറിയിട്ട് ഇങ്ങനൊരു കൃത്യം ചെയ്തു. അപ്പോൾ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ടിവിക്ക് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല, ടിവിയുടെ സൗണ്ട് മാത്രം നമ്മൾ കേട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ആണെങ്കിൽ എന്തോ സാധനം കൊടുത്ത് മയക്കിയിട്ടാണ് ഈ ഒരു കൃത്യം ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇയാൾ എന്താണ് ചെയ്തത്, ഇതേ ആതിര എന്ന് പറയുന്ന ലേഡിയുടെ സ്കൂട്ടർ എടുത്തുകൊണ്ടാണ് പോയത്. പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ ഈ സംഭവങ്ങൾ ഈ സ്കൂട്ടർ ആണെങ്കിൽ പോലീസുകാർ പൊക്കിയിട്ടുമുണ്ട്. ഫിസിയോതെറാപ്പിസ്റ്റ് എന്നാണ് ഇൻസ്റ്റയിൽ പരിചയപ്പെടുത്തിയിരുന്നതെങ്കിലും കൂലിപ്പണിയാണെന്ന് പോലീസ് പറയുന്നു.
ഈ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ മാങ്ങാ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അവിടെ ഇവിടെ അല്ലെങ്കിൽ നിങ്ങളെ നേരിട്ടാണെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ എന്താണ് ഇയാളുടെ ശരിക്കുള്ള ജോലി എന്ന് നിങ്ങൾ തപ്പിപ്പോണം. കാര്യം ഇതുപോലെ ഉഡായിപ്പ് നടത്തിക്കൊണ്ട് ഇത്തരം ക്രിമിനൽ മൈൻഡോടുകൂടി നടക്കുന്ന ആൾക്കാർ ഒരിക്കലും അവരുടെ യഥാർത്ഥ ജോലി വെളിപ്പെടുത്തൂല. ഇനി ഈ ആതിര എന്ന് പറയുന്ന ലേഡിനെ കുറിച്ച് അവിടുത്തെ നാട്ടുകാരികൾക്ക് പറയാനുള്ള കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. പെരുമാറ്റമൊക്കെ നല്ല സഹകരണമായിട്ടുള്ള പെരുമാറ്റം തന്നെ. നമ്മൾ എല്ലാവരുടെയും നല്ല സഹകരണമാണ്, നല്ല സ്നേഹമാണ്. അങ്ങനെ വേറൊരു ഇവളുമായിട്ടാണ് നിന്ന് ബസ്സിൽ കയറ്റി വിടണം. എന്റെ മരുമോളാണ് ഇവിടെ നിന്ന്. അവളും ഇവളും കൂടെ ഒന്നിച്ച് നിന്ന് 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സിൽ കയറ്റി വിട്ടതാണ്. ഇന്ന് രാവിലെ അങ്ങനെയൊന്നും അതൊന്നും കുഴപ്പമില്ല. അവള് നല്ലൊരു കുട്ടിയായിട്ട് നമുക്കറിയാവോ. അല്ല, നല്ലൊരു കുട്ടിയായിരുന്നു ആതിര. പിന്നെ എന്താണ് സംഭവിച്ചത്? കാര്യം നല്ലൊരു കുട്ടിയായിട്ടുള്ള ഇതേ ആതിരയ്ക്ക് സ്വന്തമായിട്ട് ഒരു ഹസ്ബൻഡ് ഉണ്ടായിട്ടും പിന്നീട് മറ്റൊരു ബന്ധത്തിലോട്ട് പോകാനുള്ള ഒരു കാരണം എന്ത്? ഇനി നമുക്ക് അത് നോക്കാം. ഇവരുടെ ഈ ഒരു കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഇവരുടെ ഒരു അമ്മാവനാണെന്ന് തോന്നുന്നു വന്ന് മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കുറച്ച് ബൈറ്റ് ഇങ്ങോട്ട് വെക്കാം. കാരണം പോറ്റിയുടെ ജീവിത സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും പിന്നെ ഇതിനെയൊക്കെ സംഭവങ്ങളുണ്ട്. അത് പോറ്റിയുമായിട്ട് ഒത്ത് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ പോറ്റിക്ക് പറയുമ്പോൾ 365 ദിവസം ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആലോചിച്ച് വേണം തീരുമാനിക്കേണ്ടത്. കാരണം പോറ്റി ഇത് പറയുന്ന സമയത്തൊന്നും സിനിമയ്ക്ക് പോകാനോ ടി വി കാണാൻ പോകാനോ മറ്റതിന് പോകാനോ മറിച്ചതിന് പോകാനോ ഒന്നും പോറ്റിയെ ഒന്നിനും കിട്ടില്ല. അങ്ങനെ നോക്കി ചെയ്യരുത്. അപ്പോൾ വളരെ ക്ഷമയും സീനൊക്കെ ഉള്ള നല്ല ഇതാണ്. നമ്മളിതൊക്കെ ഭയങ്കര കാര്യമാണ്. എല്ലാവരെയൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ കല്യാണത്തിന് മുന്നേ പോറ്റിയുടെ ഒരു ജീവിത സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് 365 ദിവസം ജോലി ഉണ്ടാകും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെ പോലെ ജീവിക്കാനൊക്കെ പറ്റൂല എന്നൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെ പോയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലോട്ട് എത്താനുള്ള കാരണം എന്ന് വെച്ചാൽ പല ആളുകളും കല്യാണത്തിന് മുന്നേ വിചാരിക്കും, പല എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും, ആ രീതിയിൽ ഞാൻ ചെയ്യുള്ളൂ, ഈ രീതിയിൽ ചെയ്യുള്ളൂ, ഞാൻ ഭയങ്കര അടിപൊളിയായിരിക്കും, കിടിലമായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ഒപ്പമുള്ള ലൈഫ് എത്ര ദുരിതപൂർണ്ണമാണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ പല ആൾക്കാരും ഒക്കെ വിചാരിക്കും. പക്ഷേ ഈ ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു റിയാലിറ്റിയിലോട്ട് എത്തുമ്പോഴത്തേക്കും, ആ ഒരു റിയാലിറ്റിയുടെ ആ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോഴായിരിക്കും നമ്മൾ അതിന് മുന്നേ ചിന്തിച്ച കാര്യങ്ങളൊന്നും ആയിരുന്നില്ല പിന്നീട് നടന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അതിന് മറ്റൊരു റിലേഷനില്ല, മറ്റൊരാൾ തുണ വേണമെന്ന് ചിന്തിക്കാനുള്ള കാരണം കൂടെ ഞാൻ ഇവിടെ വെക്കാം. എല്ലാം പോറ്റിയുമായിട്ടുള്ള ജീവിത ബന്ധങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം സഹിച്ച് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം നടത്തി കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ മതി. പോകുമ്പോഴേ വേണ്ടിയിട്ട് ചെറുപ്പക്കാർ ഓടി സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ മറ്റൊരു ആവശ്യങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോറ്റിയെ സംബന്ധിച്ച് കിട്ടില്ല. കാരണം 365 ദിവസവും ക്ഷേത്രത്തിൽ രാവിലെ 4:30 എഴുന്നേറ്റ് കുളിച്ച് 5 മണിക്ക് പോയി നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വൈകിട്ട് 7:30 മണി 8 മണി ചിലപ്പോൾ 10 മണി വരെ ആവും. ചിലപ്പോൾ ക്ഷേത്രത്തിൻ്റെ പണി കൂടുതൽ ചില വിളക്ക് സമയങ്ങളിലൊക്കെ 2 മണി 10 മണി 11 മണിയൊക്കെ ആയാണ് രാത്രി തന്നെ തിരിച്ചു വരുന്നത്. അപ്പോൾ അതിനൊത്തൊക്കെ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് ഇതാക്കാൻ പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞിട്ട് അത്യാവശ്യം എന്തെങ്കിലും ആട്ടോ വിളിച്ചാണ് അവർ പോകുന്നത്. ഈ അമ്മാവനെ അമ്മ വെച്ചിരിക്കാനും പിന്നെ അവർ കൂടെ ഓടി വരും. എല്ലാം എന്തുകൊണ്ടും ജീവിതം വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരുന്നു. പുറമേ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും നല്ല സന്തോഷവാന്മാരായിട്ടുള്ള ദമ്പതികളായിരുന്നു. പക്ഷെ ഉള്ളിൽ നിന്ന് അവരങ്ങനെ ആയിരുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ പുള്ളി തന്നെ പറയുന്നത്, അതായത് ബാക്കിയുള്ളവരെ പോലെ സിനിമയ്ക്ക് കൊണ്ടുപോകാനോ പാർക്കിൽ ബീച്ചിൽ അങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊരു പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് വരത്തില്ല. കാരണം 365 ദിവസം ജോലിയുള്ള ഒരു വ്യക്തിയാണ്. വെളുപ്പിന് 5 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 7 സമയത്ത് വരുന്നത് പുള്ളിക്ക് പോലും അറിയത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതുപോലെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതുപോലെ തന്നെ കുറച്ച് ആഗ്രഹങ്ങൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ആതിര എന്ന് പറയുന്ന ഒരു ലേഡിക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ തൻ്റെതായിട്ടുള്ള ഫിസിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊരിക്കലും നല്ല രീതിയിൽ സാധിച്ചു തരാനൊക്കെ ആ ഒരു ഹസ്ബൻഡിനെ കൊണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു പോറ്റിനെ കൊണ്ടിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ മറ്റൊരാളുടെ ഒരു തുണ വേണം അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ഇതൊക്കെ നേരിടണം എന്ന് തോന്നുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ തെറ്റ് പറയുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്തതിന് ശേഷം മറ്റൊരാളുമായിട്ട് പോകാമായിരുന്നു, അവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അത് ചെയ്യാണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരാളേക്ക് പോയപ്പോഴത്തേക്കിനെ പെട്ടുപോയത് ആ ഒരു പോറ്റിയാണ്. കാര്യം നിങ്ങളുടെ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഭീഷണി വന്നെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരോട് പോയിട്ട് എന്താണ് പറയേണ്ടി വരിക? എന്റെ സ്വന്തം ഭാര്യയ്ക്കാണെങ്കിൽ മറ്റൊരു കാമുകനുണ്ട്, അവൻ വന്ന് ഭീഷണിപ്പെടുത്താണ്, ഞാൻ എന്തോ ചെയ്യണം സാറേ എന്ന് പോയി ചോദിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പം ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരാണെങ്കിലും രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സന്തോഷങ്ങൾ അവർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റണ പോലെ അതൊക്കെ സാധിച്ചു കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവരെ കൊണ്ട് തൃപ്തപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. അതല്ല നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിലൊന്നും തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്പുറത്തോട്ട് പൊക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിന്നു. കാര്യം ഒരാളെ ഒരു ബോർഡറിൽ ഒരു ലൈനിൽ ഇങ്ങനെ നിർത്തിയിട്ട് അയാളെ ഒരു നോക്കുകുത്തിയാക്കി അല്ലെങ്കിൽ ഒരു കോമാളിയാക്കി നിർത്തുന്നതിൽ നല്ലതല്ലേ അത് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലേഷനിലോട്ട് നിങ്ങൾ പോകുന്നത്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.